രാജ്യാന്തര തലത്തിൽ നിലനിൽക്കുന്ന യുദ്ധത്തിന്റെ പ്രത്യാഘാതമായി LPG വിതരണത്തിൽ ഉണ്ടായ തടസ്സം ഹോട്ടൽ മേഖലയെ ഗുരുതരമായി ബാധിച്ചു. ചാവക്കാട്, ഗുരുവായൂർ, പാവറട്ടി മേഖലകളിലെ ഹോട്ടലുകൾ പലതും തുറന്നു പ്രവർത്തിക്കുന്നില്ല. വ്യാപകമായ പാചകവാതകക്ഷാമം മൂലം നിരവധി ഹോട്ടലുകൾ താൽക്കാലികമായി പൂട്ടിയ നിലയിലാണ്. ഹോട്ടലുകളിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന വാണിജ്യ LPG സിലിണ്ടറുകൾ ലഭ്യമാകാത്തതാണ് ഈ പ്രതിസന്ധിക്ക് പ്രധാന കാരണം. വിതരണം തടസ്സപ്പെടുകയും ആവശ്യത്തിന് സിലിണ്ടറുകൾ ലഭിക്കാതിരിക്കുകയും ചെയ്തതോടെ പാചകം നടത്തുന്നത് ഹോട്ടൽ ഉടമകൾക്ക് ദുഷ്കരമായിരിക്കുകയാണ്. ചില പ്രദേശങ്ങളിൽ ഗ്യാസ് സിലിണ്ടറുകളുടെ വിലയും ഗണ്യമായി ഉയർന്നതായാണ് റിപ്പോർട്ടുകൾ. ചെറുകിട ഹോട്ടലുകൾക്ക് ഈ വിലവർധന വലിയ സാമ്പത്തിക ഭാരം സൃഷ്ടിച്ചതിനാൽ കടകൾ അടയ്ക്കേണ്ടി വന്നതായി ഹോട്ടൽ ഉടമകൾ പറയുന്നു. ഇതിനിടെ ഗ്യാസ് വിതരണം പുനഃസ്ഥാപിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. വിതരണം സാധാരണ നിലയിലാകുന്നതുവരെ ഹോട്ടൽ മേഖലയിലെ പ്രതിസന്ധി തുടരാനിടയുണ്ടെന്നാണ് വിലയിരുത്തൽ. ഗ്യാസ് ക്ഷാമം നീണ്ടുനിൽക്കുന്ന പക്ഷം ഭക്ഷ്യവ്യാപാര മേഖലയിലും പൊതുജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിലും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകുന്നു. നിങ്ങളുടെ അവസ്ഥ എന്താ? ബുദ്ധിമുട്ടാണ്. രാവിലെ കട തുറക്കാൻ പറ്റില്ല. ചായക്ക് ആൾക്കാർ കച്ചവടം പോവാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എത്ര ദിവസമായി ഗ്യാസ് ഇല്ലാതായിട്ട്? കുറച്ച് ദിവസമായിക്കണ്. കിട്ടാൻ മാർഗമില്ല. ഗ്യാസ് കിട്ടാൻ മാർഗമില്ലാത്തതുകൊണ്ട് അടച്ചിട്ടേക്കുന്നു. അടച്ചിട്ട് വെക്കില്ല, എല്ലാത്തോണ്ട് വെച്ചിട്ട് നടത്തണം. ചായ ഇല്ല. ചായയും കടികളും ഇല്ല. പൊതുവെ ഇങ്ങനെ കുറവായിട്ട് നോമ്പായ കാരണം ഇങ്ങനെ കുറച്ച് ഗ്യാസിന്റെ മാത്രം കുറച്ച് പ്രശ്നം നന്നായിട്ട്